അപ്പോൾ വീക്കിലിയിലെ ഓവർവ്യൂ നമ്മൾ കണ്ടു. ഞാൻ നാസ് തന്നെയാണ് ഇപ്പോൾ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി ബയേഴ്സ് അടുത്ത് നമുക്ക് എന്താ വരണ്ടേ, ഡെയിലി ബയേഴ്സ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് എത്തരത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് വന്നപ്പോൾ എന്താണ്, ഈ ക്യാൻഡിലിൽ ഒരു C3 ക്ലോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സംസാരിച്ച മാറ്റർ തന്നെയാണ്. നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, ഒരു C3 ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് എന്താണ് ചെയ്തത്, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് പോയിട്ട് അത് ബെയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ഡേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വിക്ക് ക്യാൻഡിൽ 2 ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെയറിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് മാർക്കറ്റ് ഇത്രയും നല്ലൊരു പുഷ്, ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ബൈ പുഷാണ് മാർക്കറ്റ് തന്നത്. അപ്പോൾ നമ്മൾ 4 ഹവറിൽ ഇതിൻ്റെ താഴത്തെ ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മൾ കൺഫർമേഷൻ എടുത്തതിന് മാത്രമേ നമുക്ക് ബയസ് നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല. ഇവിടെ ഒരു C2 ക്ലോസ് ഫെയിലായി, മാർക്കറ്റ് വീണ്ടും അപ്പായി. പിന്നെന്താണ് സംഭവിച്ചത്, ഈ ഒരു ബോഡിക്ക് മുകളിൽ നമുക്ക് C3 കണ്ടിന്യൂവേഷൻ കിട്ടി. ഓക്കെ, C3 കണ്ടിന്യൂവേഷൻ ആകുമ്പോൾ എന്താണ്, അടുത്ത ക്യാൻഡിൽ ഒരു ബൈ പുഷ് ക്യാൻഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റിയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എന്താ മാർക്കറ്റ് ചെയ്തത്, ഒരു ബൈ പുഷ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ക്യാൻഡിലിൽ ഒരു ബൈ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ക്യാൻഡിലിൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അകത്ത് ക്ലോസ് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്, നമുക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ 2 ക്ലോസ് കിട്ടി, ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, ഒരു ബെയറിഷ് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു ബോഡി ക്ലോസ് കിട്ടി. പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നിങ്ങൾ നോക്കൂ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അകത്ത് ക്ലോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, അടുത്ത ദിവസം നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് നമ്മുടെ ഡയറക്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീക്കിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ബയാസ് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു പെയർ കൂടെ നോക്കാവേ. ഇപ്പം നമ്മൾ ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. ഗോൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ് ലോയെ എടുത്തിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആക്ച്വലി ഒരു ടഫസ്റ്റ് കൺസോൾട്ടേഷന് ശേഷം ഈ കഴിഞ്ഞ വീക്ക് ഒരു എക്സ്പാൻഷനാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഈ ഒരു വീക്ക് നല്ലൊരു ഇതിലൊരു എക്സ്പാൻഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെയിലി എങ്ങനെയാണ് ഇതൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഡെയിലിയിൽ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന ക്യാൻഡിൽസ് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇതൊരു ലാസ്റ്റ് സ്വിങ് ആണല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ തന്നെ നിൽക്കുകയാണ്, ഒരു കൺസോൾട്ടേഷൻ ഏരിയയാണ്. ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എസ്എൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വീക്കൊക്കെ ആൾക്കാർ ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ചോപ്പി മാർക്കറ്റായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. കൺസോൾട്ടേഷൻ മാർക്കറ്റിന് തന്നെ ഒരു കൺഫ്യൂഷനാണ്, എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിലേക്ക് പോകണം. അതായത് മുകളിലത്തെ പോയിട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കും, അത് കഴിഞ്ഞ് നേരെ താഴെ വന്ന് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കും, പിന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കും. ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഒരു റേഞ്ചിനകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതുപോലെ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് കിടന്ന്
കളിക്കുന്നത്, ഒരു റേഞ്ചിങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. എടുക്കുവാണെങ്കിൽ തന്നെ വളരെ കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ്സ് എടുക്കൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ നോക്കാം. ഇവിടെ ആകട്ടെ, ഇതൊരു സെയിം കളർ OB എന്ന് ഞാൻ വിളിക്കാം. അപ്പോൾ അത് നമുക്ക് ക്യാൻഡിൽ ടൂവിൻ്റെ ഇതൊരു ക്യാൻഡിൽ ടു ക്ലോസ് ആണ് നമുക്ക് കിട്ടി അല്ലേ. ക്യാൻഡിൽ ടു ക്ലോസ് കിട്ടി. അടുത്ത ക്യാൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അത് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ക്യാൻഡിൽ ടു ക്ലോസ് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്? ബെയറിഷ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയൊരു സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സ്വീപ്പ്, ഒരു ക്യാൻഡിൽ ടു ക്ലോസ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം എന്താ എക്സ്പെക്ട് ചെയ്യാം? ഒരു ബുള്ളിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അത് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്? ഇവിടെ ഒരു ക്ലോസ് ടു ക്യാൻഡിൽ 3 ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു അപ്പ് മൂവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി മാർക്കറ്റ്. നമ്മൾ നേരത്തെ നാസി കണ്ട അതേ ഇത് തന്നെയാണ്. ക്യാൻഡിൽ ടു ക്ലോസ് ഇവിടെ ഫെയിലായി. ഈ ഒരു നല്ല രീതിയിലൊരു അപ്പ് മൂവ് തന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ്. കാരണം ഒരു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും പെട്ടെന്നൊരു എക്സ്പാൻഷൻ ഫേസിലോട്ട് കയറുമ്പോൾ നമുക്ക് ഡെയിലിയിൽ അത് അത്രയ്ക്ക് അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ 4 അവറിൽ അടുത്ത് നമ്മൾക്ക് ഫോളോവിങ് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ 4 അവറിൽ നമ്മളത് റിഫൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു ഡെയിലിയിലെ ഒരു മിസ്മാച്ചും കാര്യങ്ങളൊന്നും നമുക്ക് അത്രയ്ക്ക് വലുതായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ പറയുന്ന ഒരു സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ടോപ്പ് ഡൗൺ ചെയ്ത് പോയാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെയിലി ബയസിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, ഇതൊന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഒരു ക്ലോസുകൾ നോക്കുക, അവിടെ ഏതൊക്കെ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണുള്ളത്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അത് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് അതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.